എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് കുറിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഒളിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയാം. ആ ഒരു വ്യക്തി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ പൈല സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ മനസ്സിൽ ചില കാര്യങ്ങൾ പുതുതായിട്ട് ഉദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുഭാവപൂർണമായ കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ ഇതിനകം തന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കുറ്റങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച് നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാനും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതം ഒരിക്കൽ പോലും സന്തോഷകരമാകാതിരിക്കാനും ചില വ്യക്തികൾ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർ നിങ്ങളെ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളിൽ അകപ്പെടുത്തി. ആദ്യമൊക്കെ നിങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ അവരെ വിശ്വസിച്ചു പോയ ആ വ്യക്തി നിങ്ങൾക്ക് എതിരെ പല നീക്കങ്ങളും നടത്തി. നിങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വ്യക്തി പോയിരുന്നത്. അത് നിങ്ങൾക്കൊരുപാട് ദുഃഖം ഉണ്ടാക്കി. എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, എന്നെ കൃത്യമായി മനസ്സിലാക്കാതെ, എന്നെ കൃത്യമായി അറിയാതെ എന്തുകൊണ്ട് എൻ്റെ വ്യക്തി പോയി എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് സ്ഥിരമുള്ളൊരു സ്വഭാവമായിരുന്നു. അത് നിങ്ങൾക്കത് അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നി. തൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി, വലിയൊരു പ്രശ്നം ഉണ്ടായി. കാരണം തൻ്റെ വ്യക്തിയെ തന്നിൽ നിന്ന് അടർത്തിയെടുക്കാൻ ചിലർ ശ്രമിച്ചു. നിങ്ങളുടെ വ്യക്തിയുടെ നിലപാട് അല്പം പോലും നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. സദാസമയവും ആ വ്യക്തി നിങ്ങൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അത് ആ വ്യക്തിയുടെ സ്വന്തം തീരുമാനമല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ സംഭവം. ആ വ്യക്തിയെ നിങ്ങൾക്കെതിരാക്കാനായിട്ട് പല കളികളും ചിലർ നടത്തി സ്ഥിരമായി. പക്ഷേ നിവൃത്തി കെട്ടപ്പോൾ വിശദീകരണമൊന്നും നൽകാതെ നിങ്ങൾ മൗനം ഭജിച്ച് നിൽക്കുന്നതാണ്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങൾക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ നിങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചത്. അങ്ങനെ നിങ്ങളും മിണ്ടാതിരുന്നപ്പോൾ ആ വ്യക്തി ചില കാര്യങ്ങൾ മനസ്സിലാക്കി. യഥാർത്ഥ സംഭവങ്ങൾ, ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ മൗനം ആയി നിന്നപ്പോൾ, മൗനം കാംക്ഷിച്ചപ്പോൾ പല സത്യങ്ങളും നിങ്ങളുടെ വ്യക്തി അറിയുകയാണ്. യഥാർത്ഥത്തിൽ ഇടയിലുള്ളവർ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളാണ് എന്നുള്ളത്. അത് ബോധ്യപ്പെട്ട ആ വ്യക്തി ഉടൻ തിരിച്ചെത്തും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങാണ്. നിങ്ങളെന്നും പുച്ഛത്തോടെ മാത്രമേ നിങ്ങളുടെ വ്യക്തി സമീപിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും ആത്മാർത്ഥമായൊരു സമീപനം ഉണ്ടായിട്ടില്ല. അതാരെങ്കിലും പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കണമെന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള നയം തന്നെ വളരെ മോശമായിരുന്നു. എല്ലാ ബാധ്യതകളും, എല്ലാ കുറ്റവും നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു രീതിയാണ് ആ വ്യക്തി എന്നും സ്വീകരിച്ചത്. നിങ്ങൾക്ക് ആ വ്യക്തിയോട് ആത്മാർത്ഥമായ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം നിങ്ങളതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയി. അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അതീവമായ ദുഃഖങ്ങളുണ്ടായിരുന്നു. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എന്നെ ആ വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടിയിരുന്നത്, പക്ഷെ എന്നെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് ആ വ്യക്തി സ്വീകരിക്കുന്നത്. ഇത്തരം ചിന്തകൾ നിങ്ങളെന്നും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. അതിന് കാരണവുമുണ്ട്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ 1% പോലും ആ വ്യക്തി തിരിച്ച് കാണിച്ചിരുന്നില്ല. നിങ്ങളെ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം അത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും ആ വ്യക്തിയുടെ മനസ്സിലൊരു മാറ്റം വരുന്നു. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്ന് വ്യക്തമല്ല. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സംസാരിച്ചതാകാം. ആ വ്യക്തിക്ക് സ്വയമേവ തോന്നിയ ചിന്തയാകാം. എങ്ങനെയാവട്ടെ, ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുകയാണ്. നിങ്ങൾ പറയാതെ. പരിഭവപ്പെടാനൊന്നും നിങ്ങളിപ്പോൾ നിൽക്കുന്നില്ല. കാരണം നിങ്ങൾക്ക്
തുടക്കത്തിലേ മതിയായി. കാരണം താൻ എത്ര പറഞ്ഞാലും എത്ര കാര്യങ്ങൾ ചെയ്താലും അതിനൊന്നും നന്ദിയില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ തന്നെ അർത്ഥമില്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാം ക്ലിയറായിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയായിരിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറ്റബോധം തോന്നിയിരിക്കുന്നു. ആ കുറ്റബോധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കാല് പിടിച്ച് തിരിച്ചു വരാനുള്ള നീക്കങ്ങളുമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. അത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സൈനായിട്ട്, അടയാളമായിട്ട് നമുക്ക് കാണാം. നിങ്ങളനുഭവിച്ച ദുഃഖം, നിങ്ങളെ ആരും സഹായിക്കാനില്ല എന്നുള്ളൊരു ദുഃഖം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായി. തൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ ആരും സഹായിക്കാനില്ല, എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക, എങ്ങനെയാണ് എനിക്ക് ഈ പ്രതിസന്ധിയെ അവഗണിച്ചുകൊണ്ട് പോകാൻ കഴിയുക എന്നുള്ള അതീവമായ ദുഃഖം നിങ്ങൾക്കുണ്ടായത്. പക്ഷെ ഇപ്പോൾ ആ ദുഃഖാവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നൊരു ചിത്രമാണ് ഇവിടെ ഉള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.